അത്ഭുതങ്ങൾ ഇങ്ങനെ തീയോ എനിക്കോ സ്വീകരിച്ചിരിക്കുന്ന തീ കൊണ്ട് കേട്ടോ. കത്തിക്കാൻ എന്തിനാ? നോട്ട് കത്തിക്കുന്ന എന്റെ സ്വാമി, നിങ്ങൾ ചെറിയ പുള്ളിയല്ലത്. അഗ്നിശുദ്ധി വരുത്തിയത് സ്വാമിജി. എന്റെ കൈ ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഏറ്റവും വലിയ കൈ ഉള്ളത് സ്വാമി. പൊന്നപ്പോ പൊട്ടോ പൊട്ടോ ഇത്. എന്റെ അമ്മച്ചി. സൂപ്പർ കേട്ടോ. ഒരെണ്ണം കഴിച്ചാൽ മതി, 2 മണിക്കൂറത്തേക്ക് സുഖം. ശരിക്കും പറഞ്ഞാലേ മിക്ക ആൾദൈവങ്ങളും തപ്പി പോകുമ്പോൾ ഇതായിരിക്കും നമ്മുടെ സ്ഥിതി. ആഹാരം പോലും ഇല്ലാതെ, വെള്ളം പോലും കുടിക്കാതെ, മനുഷ്യൻ പോലും ചെല്ലാത്ത കുഗ്രാമങ്ങളിലായിരിക്കും നമ്മൾ ഈ ആൾദൈവങ്ങളെ തപ്പി പോകുന്നത്. പോകുമ്പോൾ എന്താ സംഭവം? എന്താ, നമ്മൾ ഞെട്ടിപ്പോവും. പ്രേതങ്ങളെ മാറ്റുന്ന ദൈവമുണ്ട്, ക്യാൻസർ മാറ്റുന്ന ദൈവമുണ്ട്, പിന്നെ എന്താ പറയുക, ജോലി സാധിച്ചു തരുന്ന ദൈവങ്ങളുണ്ട്, ഒരുപാട് ദൈവങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഏകദേശം എത്ര ദൈവങ്ങളെടുത്ത് പോയി കാണും നിൻ്റെ അഭിപ്രായത്തിൽ, ക്യാമറാൻ്റെ അഭിപ്രായത്തിൽ? ഒരു 10-200 പുറത്ത് പോയിട്ടില്ലേ? 300 പുറത്ത് പോയിട്ടുണ്ട്. കാര്യം ഇത്രയും നമ്മൾ ആൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് 300-ൽ പുറത്ത് ആൾ ദൈവങ്ങളെ കണ്ടിട്ടുണ്ട്. അത് ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, എല്ലാ ജാതിക്കാരും ഉണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് ഞാൻ പറയണ്ടല്ലോ, എന്തായിരിക്കും ഇവരുടെ അടുത്ത് പോയുള്ള അവസ്ഥയൊക്കെ അറിയാമല്ലോ. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്തായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഗംഭീര ആൾദൈവത്തിൻ്റെ കഥയാണ്. സാധാരണ എല്ലാ ആൾദൈവത്തിനും ഓരോ കഴിവുണ്ട് അല്ലേ. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം വരുന്നവരുണ്ട്, പിന്നെ മുന്തിരി ഓറഞ്ചും ആപ്പിളൊക്കെ വരുന്നവരുണ്ട്, സ്വർണം വരുത്തുന്ന ദൈവങ്ങൾ വരെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ ആൾദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചിന്തിച്ചു ഇതെങ്ങനെ വരുത്തുന്നത് എന്നുള്ള ഒരുപാട് ഞെട്ടലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ആളുടെ പേര് സ്വാമി സജിത്താനന്ദ സ്വാമി. ഇദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസന്നത, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും, രോഗം മാറും, ദുഃഖം മാറും, കഷ്ടപ്പാട് മാറും, എല്ലാം കിട്ടുമെന്നാണ് ഈ ഗ്രാമക്കാരുടെ വിശ്വാസം. എന്തായാലും അമാനുഷികതയുള്ള ഒരുപാട് അത്ഭുതങ്ങളുള്ള ആ ആൾദൈവത്തെ തിരക്കി പോവുകയാണ്. ആരാണ്? സ്വാമി സജിത്ത് ആനന്ദ സ്വാമി. ബാക്കി നമുക്ക് തട്ടയെ കാണാം. അപ്പോൾ അങ്ങനെ നമ്മൾ സജിത്താനന്ദ എന്ന് പറയുന്ന ആ കിടുകിടുക്കൻ സ്വാമിയുടെ ആശ്രമത്തിലെത്തി. ഇതാണ് അദ്ദേഹത്തിൻ്റെ വലിയ മണി. ഇതിനകത്ത് പിടിച്ച് ഇങ്ങനെ ആട്ടണം. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കേൾക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ആട്ടി ഇനി നമ്മൾ നമ്മുടെ വരവറിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതേ ഇങ്ങനെയുള്ള സ്വാമിമാരൊക്കെ ഭയങ്കര സെറ്റപ്പിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അണ്ണാ സ്വാമി, സ്വാമി. ആ ചേട്ടാ നമസ്കാരം. ഞാൻ സ്വാമിയെ കാണാൻ വേണ്ടി വന്നതാ. സച്ചിദാനന്ദ സ്വാമി ഉണ്ടോ? സ്വാമി ഉണ്ട്, ധ്യാനത്തിലാണ്. ഓക്കെ, എനിക്ക് സ്വാമി ഒന്ന് കാണണം, അദ്ദേഹത്തെ അനുഗ്രഹം വാങ്ങിക്കണം. ഭയങ്കര സെറ്റപ്പാന്നൊക്കെ അറിഞ്ഞു. ഭയങ്കര അത്ഭുതങ്ങൾ കാണിക്കുന്ന സ്വാമിയാണോ? എന്താ ഉദ്ദേശം? അല്ല ഒന്നുമില്ല, സ്വാമി ഒന്ന് കാണും, അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങിക്കുക. സ്വാമിയെ ചുട്ട വഴി പറപ്പിക്കുന്ന ആളാ ആണല്ലേ? സാധാരണ പറഞ്ഞു കേൾക്കാറില്ലേ. പക്ഷേ സ്വാമിയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അപ്പൊ അത് അറിഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനെയുള്ള അമാനുഷ്യ ശക്തിയുള്ള ആളാണ്, ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളാണെന്ന് അറിഞ്ഞു. അതൊന്ന് നേരിട്ട് കാണണം. നമ്മുടെ പ്രേക്ഷകർ ഇന്ന് ആകാംക്ഷ കാത്തിരിക്കുവാണ്, എന്താണ് ഈ സ്വാമി കാണിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന് വിളിക്കുവോ? വിളിക്കും, സ്വാമി വിളിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഇനി നിങ്ങൾ വിളിച്ചോ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ എന്തായാലും ആ സ്വാമിയെ കാണാൻ പോവുകയാണ്. അമാനുഷികം നിറഞ്ഞ സജിത്താനന്ദ സ്വാമി. ആ സ്വാമി ഇറങ്ങിയല്ലോ. ഇതാണ് നമ്മുടെ വിശ്വരൂപം, സജിത്താനന്ദ സ്വാമി. സ്വാമി നമസ്കാരം. 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 അത്ഭുതങ്ങൾ ഇങ്ങനെ തീയോ എനിക്കോ സ്വീകരിച്ചിരിക്കുന്ന തീ കൊണ്ട് കേട്ടോ. ഇങ്ങനെ ചെറിയ പുള്ളിയല്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചത്? ചൂടാവുന്നു, കൈ ചൂടാവുന്നു. അല്ല എനിക്കങ്ങനെ പ്രത്യേകിച്ച് ചൂടും ഇല്ല, ഒന്നുമില്ല. ഇതെന്തേത് അങ്ങനെ ഇത്രയും വലിയ പ്രതീക്ഷിച്ചിരുന്നു? അല്ല ഞാൻ ചോദിക്കുന്നത് ഇതിലേക്ക് കാര്യത്തിലേക്ക് പോവാ. ഇത്രയും വലിയ തീ കൈ ചുറ്റും കിടന്നിട്ട് നിങ്ങൾക്ക് വേദനയൊന്നുമില്ല, പൊള്ളക്കൊന്നുമില്ല. അത്ഭുതം കാണാനല്ലേ വന്നേ? അതെ, അത്ഭുതമല്ലേ. അപ്പൊ ഞാൻ വരുന്ന കാര്യമൊക്കെ അറിയുന്നുണ്ടായിരുന്നു. തീർച്ചയായും അല്ലേ? അപ്പൊ ഇത് ചെറിയ പുള്ളിയല്ലെന്ന് മനസ്സിലായല്ലോ. ആദ്യം തന്നെ നമ്മൾ ഞെട്ടിച്ചിരിക്കുവാണ്, ആ തീ കൊണ്ടൊരു കളി. അപ്പൊ ഇതും ഞെട്ടി കേട്ടോ, സംഭവിച്ചിരിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഇനി എന്തോ ഉദ്ദേശിക്കുന്നത്? അടുത്ത ഐറ്റം എന്തുള്ളത്? അടുത്ത് ദക്ഷിണ വെച്ചിട്ട്. ശരിയാണ്. ഈ സ്വാമിമാർക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ എവിടെ ചെന്നാലും ദക്ഷിണ വെക്കണം, അത് അവരുടെ ഉപജീവന മാർഗം. എന്തായാലും ദക്ഷിണ വെക്കാൻ പോവുകയാണ്. എന്തായാലും ഒരു എത്ര എമൗണ്ട്? 100-200 ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എത്രയായാലും മതി. അപ്പൊ ഇത് എവിടെ വെക്കേണ്ടത്? അത് ജലത്തിലോട്ട് വെക്കാം. ഇത് പച്ചവെള്ളത്തിൽ വെക്കാനോ? ജലത്തിലൊക്കെ ഞാൻ അഗ്നിശുദ്ധി വരുത്തിയ ഏത് സാധനവും സ്വീകരിക്കും. അപ്പൊ ഇത് പച്ചവെള്ളമാണ് കണ്ടാ, വെറും പച്ചവെള്ളത്തിൽ ഞാൻ കൊടുക്കാം. ഇവിടെ കേട്ടോ ഇങ്ങനെ ഇട്ടാ മതിയോ? മതിയല്ലോ. കത്തിക്കാൻ എന്തിനാ? നോട്ട് കത്തിക്കുന്ന എന്റെ സ്വാമി, നിങ്ങൾ ചെറിയ പുള്ളിയല്ലത്. അഗ്നിശുദ്ധി വരുത്തിയത് ഒന്ന് കാണിച്ചേ. ദൈവമേ, ഇത് വെറും പച്ചവെള്ളമാണോ ഇത്? ദൈവമേ, നോട്ട് കത്തിക്കുന്ന അപൂർവ കാഴ്ച. ഇത് ശരിക്കും പറഞ്ഞത് വെള്ളമാണോ? അത് വെള്ളമാണ്. ഇതുണ്ടോ, വെറും പച്ചവെള്ളത്തില്
അപ്പോൾ ഈ സ്വാമി ചില്ലറക്കാരനല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തെ നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു ഒറ്റുണ്ട് ഇതിനകത്ത് ഒന്നും പറ്റില്ല. നോട്ട് അതുപോലെ തന്നെ നിൽക്കുവാണ്. നമ്മൾ എങ്ങനെയാണ് നോട്ട് കൊടുത്ത് അതേപോലെ നല്ല പച്ചയായി പെടയ്ക്കുന്ന നോട്ടാണ്. ഒരു ചെറിയ ചോദ്യം, ഇത് എങ്ങനെയാണ് അങ്ങേക്ക് ഇങ്ങനെയുള്ള കഴിവ് കിട്ടുന്നത്? ഇത് ഒരുപാട് കാലത്തെ തപസ്യയാണ്. ഒരുപാട് കാലമായിട്ട് തപസ്സിന്റെ പരിണിത ഫലമാണ്. അപ്പൊ ഇങ്ങനെ സ്വാമിമാരെല്ലാം ഒരുപാട് തപസ് അനുഷ്ഠിച്ചതിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇനി എന്താ അടുത്തോടെ എന്താ ക്ഷീണിച്ചു വന്നല്ലേ, നമുക്ക് ഇരിക്കാം, ഇരുന്ന് സംസാരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, വെള്ളം കുടിക്കാൻ നമുക്കുണ്ടോ? വാ ഇരിക്കാന്നേ. ഓക്കെ. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ ചെറിയ ഐറ്റം ഒന്നും അല്ല, ഇദ്ദേഹം വൻ പുള്ളിയാണ്. അപ്പൊ സ്വാമിജി, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ആൾദൈവം എടുത്ത് പോയിട്ടുണ്ട്. കുറച്ച് വെള്ളം കുടിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അതെ, നല്ല വെള്ളം കുടിച്ച് സംസാരിക്കും. ഇതാണ് വെള്ളം അല്ലേ? ഈ വെള്ളം പച്ചക്ക് കുടിക്കാനോ? ഒഴിക്കാനോ? ഞാനും കുറച്ച് വെള്ളം കുടിക്കാം. കുടിച്ചോളൂ. അപ്പൊ അദ്ദേഹം ദാഹജലം തരികയാണ്, പാവം പിടിച്ച മനുഷ്യൻ. കുടിച്ചോളൂ. ഇത് വേറെ മയം ചേർത്തില്ലല്ലോ. എനിക്ക് നിങ്ങളെ പേടിയോ സ്വാമി? സത്യം, വേറെ വിഷമൊന്നുമില്ലല്ലോ? ഒരു വിഷവും ഇല്ല. വീട്ടിൽ തിരിച്ചു സത്യമായിട്ടും ധൈര്യമായിട്ട് കുടിച്ചോളൂ. ഒറിജിനൽ കേട്ടോ, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ. ഞാൻ ഇത് കുടിക്കുന്നില്ല കേട്ടോ. കുടിക്കുന്നില്ലേ? വെള്ളമില്ല. നിങ്ങൾ ഒഴിച്ചല്ലേ? എന്റെ ദൈവം, ഒഴിച്ചോളൂ. ഇനി ഒഴിക്കാനോ? ദൈവം, ഇത് സത്യം ഒറിജിനലാണ്. ഇതുണ്ട് വെള്ളം, യാതൊരു മായമില്ലാത്ത അടിപൊളി വെള്ളമാണ്. ഞാൻ ഒഴിക്കുവാണ്. മതിയോ? കുടിക്കാൻ മതി. കുടിക്കട്ടെ. കുടിച്ചോ, കുടിക്കട്ടെ. കുടിക്ക്. ഇത്രയുള്ള ബാക്കി വെള്ളം അവിടെ പോയി. ബാക്കി വെള്ളം പോയി. ഞാൻ ഒരു ചുമട് ഒഴിച്ചല്ലേ സ്വാമി? സ്വാമി, നിങ്ങൾ സ്വാമി അല്ല, വേറെ എന്തോ ദൈവിക എന്തോ ഒരു കഴിവുണ്ട്, അല്ലെ ഇങ്ങനെ പറ്റത്തില്ല. ഈ വെള്ളം ഇങ്ങോട്ട് പോയി. വെള്ളം കുടിച്ചു. എനിക്ക് ചെറിയ പുള്ളിയല്ല. അല്ല, നിങ്ങൾ ഹിമാലയ അടുപ്പിക്കാതെ തന്നെ വെള്ളം കുടിക്കാനുള്ള അല്ല, വേറെ അല്ല, ഹിമാലയത്തിലല്ല പോയി, വേറെ ഏതോ മലയാളി വരത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ കഴിവായത്. രഹസ്യങ്ങൾ പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അമാനുഷിക പ്രവൃത്തി കാണിക്കുന്ന ആരും ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. ശരി, നിങ്ങളാണ് ഒറിജിനൽ, ബാക്കിയെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്. ഇനിയുണ്ടോ? പിന്നെ തീരുന്നില്ല. എന്തായാലും എന്നെ അന്വേഷിച്ചു വന്നല്ലേ. അപ്പൊ ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിച്ച് ഞാൻ അദ്ദേഹത്തെ തേടി വന്ന് വെറുതെ ആയാലും മനസ്സിലായല്ലോ. അദ്ദേഹം ചെറിയ പുള്ളിയല്ല, വലിയ മീനായി. നമ്മുടെ നെത്തോലി ചെറിയ മീനല്ലെന്ന് പറയുന്നല്ലേ, അമ്മാതിരി ഐറ്റമാണ് അദ്ദേഹം. ഓരോ മുറിയിലുമാണ് അദ്ദേഹത്തിന്റെ അത്ഭുത കാഴ്ചകൾ ഇങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നത്. വാ, ഇനി അദ്ദേഹത്തിന്റെ അടുത്ത മാന്ത്രിക സ്ഥിതിയിലേക്ക് നമുക്ക് പോവാം. ഇതെന്താ പഞ്ഞിയൊക്കെ? എന്താ സമയം? പഞ്ഞി കോട്ടൻ പഞ്ഞി, മുറിയിലൊക്കെ വെക്കുന്ന പഞ്ഞിയല്ലേ? സാധാ പഞ്ഞി. ഓക്കെ. ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോവാ? കത്തിക്കാൻ. കത്തിച്ചാല് കത്തും. ഓക്കെ, കത്തിച്ചോളൂ. കത്തിക്കട്ടെ. അല്ല, ഇത് സാധാരണ തീ വെച്ച് കത്തിച്ച കത്തുമല്ലോ. അത് എന്തായിരിക്കുന്നത്? കയ്യിൽ വെക്കാൻ പേടിയുണ്ടോ? കത്തി. എത്ര സമയം എടുത്താ കത്തുന്നത്? കുറെ സമയം എടുത്തു. ഞാൻ ഒന്ന് കത്തിക്കട്ടെ. പേടിയുണ്ടോ? അല്ല, പേടിയല്ല, എന്നാലും ഇത് കാണാനുള്ള ആകാംക്ഷ. എന്റെ ദൈവം, എന്തോന്ന് മനുഷ്യത്? അത് സാധനം അങ്ങോട്ട് പോയി. അതങ്ങോട്ട് പോയി. ഞാൻ തീയെ കൈയടക്കം ചെയ്ത വ്യക്തിയാണ്. ദൈവം, ഞാൻ കത്തിച്ച സാധനം ദൂരെ കിടക്കുന്നു കേട്ടോ. ഈ സ്വാമിജി കത്തിച്ച സാധനം ഇങ്ങോട്ട് പോയി. സത്യം പറഞ്ഞ അതിന് ഞാൻ സ്വപ്നം കണ്ടെന്നല്ലോ. ഇനിയുണ്ടോ? കത്തിക്കാം. പേടിയുണ്ടോ? ഇല്ല, ഞാൻ ഇതിപ്പോ പേടിച്ച കയ്യിൽ വെച്ചോ. പേടിക്കണ്ട, ധൈര്യമായിട്ട് വെച്ചോ. ഞാനല്ലേ പറയുന്നത്. ഇനി ഞാൻ കത്തിക്കണം. എന്റെ കൈ കൊള്ളത്തില്ലേ സ്വാമിജി? എന്റെ കൈ ഒന്നും പേടിക്കണ്ട, ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത്. എന്റെ പനിയെ കൈ കൊള്ളുന്ന സ്വാമി. ഓ, അതെങ്ങോട്ട് പോയത്? എന്റെ പഞ്ഞി എങ്ങോട്ട് പോയി? സ്വാമിജി പോയി. ഞാൻ അങ്ങനെ കെട്ടിപ്പിടിച്ചോട്ടെ. ഇത് ഒറിജിനൽ കേട്ടോ. ഞാൻ ഇത്രയും ആയിരക്കണക്കിന് ദൈവങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിനൽ. നിങ്ങൾക്ക് വിശ്വസിക്കാം. സ്വാമി എടുത്ത് വരാം, സ്വാമി അത്ഭുതങ്ങൾ കാണിക്കും. സ്വാമിജി, ഞാൻ വന്നപ്പോ മുതലേ ഇവിടെ ഒരു വിളക്ക് ഇങ്ങനെ കത്തിരിക്കും. അതെന്ത് സംഭവം? അത് ഒരു ഭീകരനായ ഒരു ഭൂതത്തിനെ ഞാൻ കുപ്പിയിലാക്കി വെച്ചു. ഭൂതത്തിനെയോ? പ്രേതത്തെ? ഒരു ഭൂതത്തിനെ പിടിച്ച് കുപ്പിയിലാക്കി. മായാവി പണ്ട് ബാലകാരികളൊക്കെ നമ്മൾ വായിച്ചു. കാണാൻ പറ്റുമോ? കാണാൻ തുറന്നുവിട്ട അപകടകാരിയാണ്. എന്നാലും ഞാൻ ഒന്ന് പറയട്ടെ, പ്രേക്ഷകർ അറിയാലോ, നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് ആൾദൈവങ്ങൾ ഇങ്ങനെ ഭൂതത്തെയൊക്കെ കുപ്പിയിൽ ആവാഹിച്ച് വെക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും പുറത്ത് കാണിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ലൈവായിട്ട് പ്രേതത്തെ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. നമുക്കത് കാണാൻ പറ്റുമോ? എടുക്കണം. ആ വിളക്കൊക്കെ അണച്ചിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ആണല്ലേ? അപ്പൊ ഇതിനകത്ത് ആ പ്രേതം ഉണ്ടോ? അടച്ചു വെച്ചേക്കാണ്. എടുക്കട്ടെ? എടുത്തു. വിളക്കണച്ചിട്ട് എടുക്കാം. നോക്കിയോ, നമ്മളെല്ലാം കണ്ണ് ചിമ്മി വേറെ എങ്ങും ശ്രദ്ധ പോകരുത്. ഇതാ, നമ്മളെ ഒരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ സ്വാമി എവിടുന്നോ തപ്പി എടുത്തുകൊണ്ട് വന്ന് ആ പ്രേതത്തെ കാണിക്കാൻ വേണ്ടി പോകുന്നു. പ്രേതത്തെ കാണാത്തൊരു കണ്ടോ, ഇത് ലൈവ് സാധനമാണ്. ഇനി ഒരു അവസരം കിട്ടത്തില്ല കേട്ടോ. പൊക്കിയെടുത്ത് നമ്മുടെ ദേഹത്തും കയറത്തില്ലല്ലോ. ഇല്ല. പക്ഷെ
ഇച്ചിരി ദൂരെ മാറി നിൽക്കണം. ഇച്ചിരി ദൂരം മാറി. പ്രശ്നക്കാരനാണോ? ഇച്ചിരി പ്രശ്നക്കാരനാണ്. പക്ഷെ നമ്മള് കയറിയത് അപ്പൊ ഏതോ തൂങ്ങിച്ചത്തവന്റെ സാധനത്തെ ആവാഹിച്ച് ഇത് കയറ്റി വെച്ചേക്കുവാണ്. അതാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പം കാണിക്കാം, തുറക്കട്ടെ. ഓക്കെ, ഇത് നോക്കിയോ. ഇനി വേറെ ആരും നോക്കരുത്, കുപ്പി തന്നെ നോക്കണം. ഓ എന്റെ പൊന്നപ്പോ, പൊട്ടോ പൊട്ടോ ഇത്. എന്റെ അമ്മച്ചി, ഇതാണ് അടുത്ത് പോകരുതെന്നാണ് പറഞ്ഞത്. അപ്പൊ അതുവഴി പോകുന്നുണ്ടല്ലോ. മായാവി നമുക്ക് തിരിച്ചാക്കാം. ആക്കാൻ പറ്റുമോ? തിരിച്ചു വരുമോ? തിരിച്ചാക്കാന്നേ. അവന് പുറത്ത് വിട്ടു. പുറത്ത് വിട്ടു, കറങ്ങി തിരിച്ച് വീട്ടിൽ വന്നോളൂ. അപ്പൊ മനസ്സിലായല്ലോ, നമ്മൾ ഇന്ന് വരെ ഞാൻ ആവാഹിച്ച് കൊട്ടയിലാക്കിയിട്ടുണ്ട്, മുട്ടയിലാക്കിയിട്ടുണ്ട്, മറ്റെടുത്താക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടേ ഉള്ളൂ. ഇത് ലൈവായിട്ട് സ്വാമിജി കാണിച്ചു തന്നു. സ്വാമിജി, നിങ്ങൾ പെരിയമാന സ്വാമി, എനിക്ക് വാക്കുകളില്ല. അപ്പൊ ഇനി എന്ത് തീർന്നില്ലല്ലേ? എന്തായാലും എന്നെ അന്വേഷിച്ച് വന്ന ഒരാളെ വെറുതെ വിടില്ല. അല്ല, ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല സ്വാമി. ഞാൻ വിചാരിച്ച ചെറിയ ഈ ഭസ്മം വരുത്തുന്നതും ഈ ആപ്പിൾ വരുത്തുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, അത് മാത്രമാണ് കണ്ടേക്കുന്നത്. പക്ഷെ ഇത്രയും വലിയ സംഭവം കാണുന്നത് ഞാൻ ആർക്കും ഒരു ബിൽഡപ്പ് കൊടുത്തില്ല. ഇത് ഭയങ്കര സംഭവം. ഇവിടെ ഇരിക്കാം. എനിക്ക് അടുത്ത ഒരു ചെയ്യാൻ ഒരല്പം രക്തം എടുത്തോട്ടെ ഞാൻ കയ്യിൽ നിന്ന്. രക്തം എന്റെ കയ്യിൽ നിന്ന് മുറിക്കോ? ചെറുതായിട്ട്, വേദനയൊന്നും എടുക്കൂല. എടുക്കട്ടെ, മുറിക്കട്ടെ. മുറിച്ചു ശരിക്കും. അയ്യോ, എന്റെ അമ്മോ, കട്ട രക്തം കണ്ട. അടിപൊളി രക്തം. ഓ പോസിറ്റീവാണ് എന്റെ രക്തം. ആ സാധനമാണ് ഈ തുള്ളി തുളുമ്പുന്നത്. ഞാൻ കണക്കില്ല. ഇത് കാണിക്കട്ടെ. ഇത് എവിടുന്ന് ഇപ്പിച്ചത്? എന്റെ സ്വാമി, നിങ്ങൾ മൊത്തം മുറിച്ച് നാശ കോടാലേക്ക് എന്റെ കയ്യിൽ. ഇത് കണ്ടോ? ഇതാണ് രക്തം. കോഴി രക്തമല്ല, ആടിന്റെ രക്തമല്ല, ഒന്നുമില്ല. ബിനോയ് കുഞ്ഞുമൻ എന്ന് പറഞ്ഞ പച്ചയ മനുഷ്യന്റെ പച്ച രക്തം കണ്ടോ? പച്ച രക്തമല്ല, ചുവന്ന രക്തം. അല്ല, എന്നാലും നിങ്ങളിത് എങ്ങനെ ഒപ്പിച്ചു മനുഷ്യ ഈ നിസ്സാര സമയം കൊണ്ട്? അല്ല, ഇതാണ് ലൈവ് സാധനം കണ്ടോ? ഈ നിസ്സാര സമയം കൊണ്ട്. ഇദ്ദേഹം ചെറിയ പുള്ളിയല്ലെന്ന് മനസ്സിലായല്ലോ. ഇദ്ദേഹം വലിയ പുള്ളിയാണ്. എല്ലാ മണ്ടന്മാരും പേടിച്ച് തൂറി കാണും അല്ലേ? ശരിക്കും പറഞ്ഞാൽ കയ്യും മുറിഞ്ഞിട്ടില്ല, ഒരു ഇവിടെ മുറിഞ്ഞിട്ടില്ല. ഇതൊക്കെ നമ്മുടെ സജിത്തെണ്ണം കാണിച്ചു കൊണ്ടൊരു അത്ഭുത ലോകമായിരുന്നു അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ സാമ്യമല്ല, ആൾദൈവം അല്ല, ഒരു കുന്തവും അല്ല. സജിത്ത് എന്ന് പറയുന്ന മഹാനായ പ്രൊഫസറാണ് അല്ലേ? പ്രൊഫസർ അല്ല, അധ്യാപകനാണ്. ഒരു ഡെസിഗ്നേഷൻ പറഞ്ഞു കൊടുക്കുക ആരാന്നുള്ളത്. ഞാൻ അധ്യാപകനാണ്. 30 വർഷമായിട്ട് +2 ഡിഗ്രി ലെവലുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഫിസിക്സിൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന വിഷയത്തിൽ PhD ചെയ്യുകയും കുറച്ചു കാലം ലണ്ടനിലെ DT LLS എന്ന് പറയും. അപ്പൊ ഇത് കണ്ടെത്തിട്ട് നാളത്തെ ആൾക്കാർ ക്യൂട്ട് നിൽക്കരുത് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി അല്ലേ? ഇതൊക്കെ ഞങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരെ കൊണ്ട് എടുപ്പിച്ച ഡ്രസ്സാണ് അല്ലേ? സമൂഹത്തിൽ ഒരുപാട് ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം കാണാറുണ്ട്. നിങ്ങൾ അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെടുക്കുന്ന ആ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. ഞാൻ എന്റെ കാര്യം പറയട്ടെ, പലരുടെയും ഉപജീവന മാർഗത്തെ നിങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള സത്യമാണ്. എങ്കിലും അയാളുടെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ബോധവൽക്കരിക്കുന്നുണ്ട് ഒരുപാട്. ഞാൻ അതിനുവേണ്ടി മാത്രമാണ് ചേട്ടനെ തിരക്കി ഇത്ര ദൂരത്ത് പോകുന്നത്. ഈ തെറ്റിദ്ധാരണ കുറെ മാറ്റി കൊടുക്കണം. ഇവർ കാണിക്കുന്ന പല അത്ഭുത പ്രവൃത്തികളും യഥാർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ പിൻബലത്തോടു കൂടി ചെയ്യുന്നതാണ്. ഞാൻ എന്തായാലും നമുക്ക് അതിലേക്ക് ആധികാരികത ഇവർ തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്താന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് പറയാം. നമുക്ക് ഇതൊന്ന് പൊളിച്ചടിക്കല്ലോ, എങ്ങനെയാണ് സംഭവിച്ചാലും. ഞാൻ വന്നപ്പോഴത്തേക്ക് ഈ തീയില് തീ പൊള്ളിയല്ലോ, തീ വന്നല്ലോ, അതിന്റെ സംഭവം എന്തായിരുന്നു? അതിന്റെ സംഭവം എന്ന് പറയുന്നത് ജലത്തിന്റെ ഏറ്റവും പ്രകടമായ സവിശേഷതയാണ്. ജലം എന്ന് പറയുന്ന കാര്യമാണ് നമ്മുടെ ജീവന്റെ അടിസ്ഥാനം. ജലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സവിശേഷതകൾ. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയും. എത്ര ഹീറ്റ് വേണോ വലിച്ചെടുക്കാൻ ജലത്തിന് കഴിയും. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണയും ഒരു പാത്രത്തിൽ വെള്ളവും വെച്ച് ചൂടാക്കിയാൽ എണ്ണ പെട്ടെന്ന് ചൂടാവും. പക്ഷെ വെള്ളം ചൂടാവാനും സമയമെടുക്കും, തണുക്കാനും സമയമെടുക്കും. അപ്പോൾ ഞാൻ കയ്യിൽ വെള്ളം നനച്ചിട്ട് ഇവിടെ ഇത് ഞാൻ വന്നപ്പോഴത്തേക്ക് കയ്യിൽ വേറെ ഒന്നും കണ്ടില്ല. ഇത് ഒരു നമ്മുടെ LPG, സാധാരണ ഉപയോഗിക്കുന്ന LPG. ഇതിനകത്ത് സോപ്പ് പതയാണോ? വെള്ളവും സോപ്പും കൂടെ മിക്സ് ചെയ്താണ് ഇതിനകത്ത്. ശരി, അതൊന്ന് കാണിച്ചു. അത് ഈ LPG അതിനകത്തേക്ക് നമ്മൾ വിടുമ്പോൾ അതായത് ഇങ്ങനെ പതയായിട്ട് നിൽക്കും. ആ പത ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് ആ പത ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അപ്പൊ ഞാൻ കാണാതെ മറച്ചു പിടിച്ചല്ലേ? ഓ, ഇതാണ് സംഭവം. ഒന്ന് പിടിച്ച് കയറ്റി പിടിച്ചോ, കട്ടക്കായിരിക്കട്ടെ. ഓ, ഭയങ്കര തീ വന്നു. കാരണം ആ വെള്ളത്തിന്റെ ഒരു ലെയർ എന്റെ കയ്യിലുള്ളത് കാരണം ആ ലെയർ ഈ ഹീറ്റിനെ മുഴുവൻ വലിച്ചെടുക്കുകയാണ്. അതാണ് ഈ LPG കത്തുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിനെ വലിച്ചെടുക്കാൻ വെള്ളത്തിനെ ഞാൻ എണ്ണയിൽ മുക്കിയിട്ടാണ് ഇത് കത്തിച്ചിരുന്നെങ്കിൽ എന്റെ കയ്യെല്ലാം കൂടെ കത്തിപ്പോയി. ഒന്ന് പൊളിച്ചടിക്കാല്ലോ. ഇത് ചെറിയൊരു ഐറ്റം. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് വെള്ളത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായതുകൊണ്ട് ഇതിന്റെ പുറത്ത് കത്തുമ്പോൾ ആ പുറത്തെ ലെയർ മാത്രം കത്തിപ്പോകും. നമ്മളിപ്പം വെള്ളത്തിൽ വെക്കാൻ നോക്കത്തില്ല, കൈ കൊള്ളൂ അല്ലേ?
അങ്ങനെ ആ വെള്ളത്തിന്റെ അംശം പോയി കഴിഞ്ഞാൽ കൈകൊള്ളും. അതുവരെ പിടിച്ച് അതുവരെ പിടിച്ചേക്കാൻ പറ്റും. അപ്പൊ ഒന്ന് കിട്ടി. ഞാൻ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഈ നോട്ട് തന്നു. അപ്പൊ ഈ വെള്ളത്തിലെടുത്തപ്പോ ഈ സാധാരണ കത്തുമല്ലോ, ഈ വെള്ളത്തിൽ കത്തുന്നില്ല. വെള്ളത്തിൽ ഇത് വെള്ളമല്ലേ? വെള്ളമാണ്. വെള്ളത്തിന്റെ കൂടെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ കൂടി ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഓയിലോ അല്ലെങ്കിൽ പെട്രോളോ ഇതുപോലത്തെ ഇത് പൊങ്ങിയേ നിൽക്കുള്ളൂ, വെള്ളം അടിയിലും ഓയിൽ മുകളിലേ നിൽക്കുള്ളൂ. അപ്പൊ ഇവിടെയും ഈ ഒഴിച്ച ഐസോപ്രോപ്പൈൽ ആൽക്കഹോള് ഇതിന്റെ മുകളിൽ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ സാധാരണ നമ്മൾ കിട്ടും സാധനം പരീക്ഷ നോക്കണമല്ലോ. വാങ്ങാൻ കിട്ടും, ലാബിൽ കിട്ടും, എല്ലായിടത്തും കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ വരെ കിട്ടും. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ എന്തായാലും മതി, പെട്രോൾ ആയാലും മതി, ഈവൻ പെട്രോൾ ഉപയോഗിച്ചാലും മതി. പെട്രോൾ ഒഴിച്ചിട്ട് ഇത് മുക്കുമ്പോഴത്തേക്ക് ഇതിന്റെ അടിയിൽ വാട്ടറും അതിന്റെ പുറത്ത് ആൽക്കഹോളിന്റെ ഒരു ലെയറുമാണ് ഉള്ളത്. അപ്പൊ കത്തിക്കുമ്പോൾ ആ ആൽക്കഹോൾ മാത്രമാണ് കത്തിപ്പോകുന്നത്. നോട്ടിന് ഒരു കുഴപ്പം വരുന്നില്ല. ഇല്ല, കാരണം വെള്ളത്തിന്റെ ഒരു ലെയർ ഇതിന്റെ ഇടയ്ക്ക് കിടപ്പുണ്ട്. ആ ലെയർ ഹീറ്റിനെ വലിച്ചെടുക്കും. അപ്പൊ ഇതിൽ അത് എഫക്ട് ചെയ്യില്ല. പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് കുട്ടികൾ ശരിക്കും പറഞ്ഞ് ശ്രദ്ധിച്ച് പഠിക്കേണ്ട സാധനമാണ്. സാറ് വ്യക്തമായിട്ട് ഓരോ കാര്യം പറയുന്നത്. അപ്പൊ അതിന് ടെക്നിക്ക് മനസ്സിലായി. മൂന്നാമത്തെ സംഭവം വെച്ചാൽ ഞാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വെള്ളം കുടിച്ചു. സാറ് വെള്ളം കുടിക്കുന്നതായിട്ട് അഭിനയിച്ചു, പക്ഷെ വെള്ളം കുടിച്ചതുമില്ല, വെള്ളം പോയതുമില്ല. അതിന്റെ സംഭവം എന്താണ്? നമ്മൾ ഇവിടെ പഴയ സ്ഥലത്തേക്ക് അല്ലേ? അത് നമ്മൾ ഈ നാപ്കിൻ ഡയപ്പറൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതിനകത്ത് ഉള്ള ഒരു പൗഡറുണ്ട്. നമ്മൾ അതിനെ വലിച്ച് കീറിയിട്ട് ഇങ്ങനെ കുടഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു വെള്ള പൊടി പോലെ വരും. അതിൻ്റെ പേര് സോഡിയം പോളി ആക്രലൈറ്റ് എന്നാണ്. സൂപ്പർ അബ്സോർബൻ്റ് പോളിമർ എന്നും പറയും. ഇപ്പം ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് കുറച്ച് തട്ടിയത് സൂപ്പർ അബ്സോർബൻ്റ് പോളിമർ. പോയിസണസ് അല്ല, കാരണം നമ്മൾ ശരീരത്തിൽ തൊട്ട് കുറച്ച് മതി. ഇനി ഇതിലേക്ക് കുറച്ച് പൊടി തട്ടിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. വെള്ളം ഞാൻ ഒഴിക്കട്ടെ? കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. അപ്പൊ ഞാൻ എന്റെ ഗ്ലാസ് ഒഴിച്ചപ്പോൾ അതുപോലെ കിടന്നു, സാറിന്റെ ഗ്ലാസ് ഒഴിച്ചപ്പോൾ അത് ഞാൻ ഈ പൊടി ഗ്ലാസ്സിൽ തട്ടി വെച്ചിട്ടുണ്ട്. നോക്കട്ടെ അതിന്റെ സംഭവം നോക്കട്ടെ. മതിയല്ലോ, ഒഴിച്ചു. ഇത്രയും സമയം കൊണ്ട് ഇതാ നോക്കി. ഇവൻ കട്ടിയായല്ലേ? ഓ, ഇതാണ് സംഭവം. കണ്ട, ഇതാണ് പാവപ്പെട്ട. എടുത്തു. അയ്യോ, ഈ പരുവായല്ലേ? വെള്ളമാണ് ഈ പരുവത്തിലായിരിക്കുന്നത്. അപ്പൊ തന്നെ ഇതങ്ങ് വലിച്ചെടുക്കും. അല്ല സാറേ, ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ടെക്നിക്ക് വെച്ച് പാവപ്പെട്ട എത്ര പേരാണ് ഈ ആൾദൈവങ്ങളെ പറ്റിക്കുന്നത് അല്ലേ? ഇത്തരത്തിലുള്ള സംഭവം പഠിച്ചാൽ മജീഷ്യന്മാർ യൂസ് ചെയ്യാറുണ്ട്. ഇത് മാജിക് അല്ല, ശാസ്ത്രീയമാണ്. പിന്നെ സയൻസ്. ഇത് സൂപ്പർ അബ്സോർബന്റ് പോളിമർ എന്ന് പറയും. ഈ പോളിമറൈസേഷന്റെ ഭാഗമായിട്ട് ഇതിൽ വെള്ളത്തിന് കയറാനുള്ള ഗ്യാപ്പ് ഈ പോളിമറിലുണ്ട്. അതുകൊണ്ട് ആ ഗ്യാപ്പ് അബ്സോർബ് ചെയ്യും. ഈ പഞ്ഞിയുടെ സംഭവം ആ മുറിയിലിട്ടു അല്ലേ? പഞ്ഞി എവിടെയാ? പഞ്ഞി അറിയാലോ, ഞാൻ കത്തിച്ച പഞ്ഞി അതുപോലെ ഇരുന്നു. സാറ് കത്തിച്ച പഞ്ഞി അന്തരീക്ഷത്തിൽ പോയി, ഒരു പിടിയില്ല. അതിന് ടെക്നിക്കുണ്ടോ ചോദിക്കട്ടെ. നമ്മൾ ഇവിടെ വന്നിട്ട് ആ പഞ്ഞി കത്തിച്ചാണ്ട് അതുപോലെ ഞാൻ കത്തിച്ച സാധനം അതുപോലെ കിടപ്പുണ്ട് കേട്ടോ. ഇപ്പോഴും ജീവച്ഛവമായിട്ട് സാധനം കിടപ്പുണ്ട്. ഇതെന്താണ് സംഭവം? എൻ്റെ ഇത് സാധാരണ പഞ്ഞിയാണ്. ഞാൻ അപ്പൊ എൻ്റെ ആയി തന്നത് സാധാരണ പഞ്ഞിയാണ്. ഇതെന്ന് പറയുന്ന ഒരു സസ്യജന്യ സാധനമാണ്. സെല്ലുലോസ് എന്ന് പറയും. സെല്ലുലോസ്. ഈ സെല്ലുലോസിനെ നൈട്രോ സെല്ലുലോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അത് ാണ് ഫ്ലാഷ് കോട്ടൺ എന്ന് പറയുന്നത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് രണ്ടും ഇത് പഞ്ഞി തന്നെയാണ്. ഈ ഇതേ പഞ്ഞിയെ തന്നെയാണ് ഇങ്ങനെ ആക്കി മാറ്റുന്നത്. ഇതിനെ സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡിന്റെയും ഒരു സർട്ടൻ കോൺസെൻട്രേഷനിലിട്ട് ഉണക്കി കഴുകി ഒക്കെ എടുത്തിട്ട് ഒത്തിരി അപകടം പിടിച്ച ഒരു പ്രൊസീജിയറാണ്. അത് വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പ്രേക്ഷകരുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതാരും ആവർത്തിക്കരുത്. കൊച്ചു കുട്ടികളൊക്കെ ഇതിന്റെ ഏതെങ്കിലും വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഈ സാധനം കാരണം നമുക്കറിയാം ഇത് എത്ര വരെ കത്തും, ഏതുവരെ അതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് റൂമിലൊക്കെ ഇരുന്ന് കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രത്യേകം നിങ്ങൾ പ്രേക്ഷകരെടുത്ത് അത് ഓർമ്മിപ്പിക്കുക. പഞ്ഞി സാധാരണ അതൊന്നുമില്ല. ഇങ്ങനെ അതെങ്ങോട്ട് പോയത്? അതാണ് എന്നെ അനുഭവപ്പെടുത്തിയത്. അത് പോയി. അതെങ്ങോട്ട് പോയി? എന്ത് സംഭവിച്ചതിന്? അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് കമ്പസ്റ്റൻ എന്ന് പറയും. പൂർണ്ണമായിട്ട് കത്തിയില്ലാതാവും. അതിന് കാരണം സെല്ലുലോസിൽ നൈട്രോ സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനിലോട്ട് അതിനെ മാറ്റി. അതാണ് സംഭവിച്ചത്. അതിന് കോംപ്ലിക്കേറ്റഡ് അല്ല, ഒരു 10 ദിവസത്തെ പണിയുണ്ട്. എന്തായാലും അത് അത്ഭുതപ്പെടുന്ന സംഭവമാണ്. ഇത് മജീഷ്യന്മാർ ഉപയോഗിക്കാറുണ്ട്. മജീഷ്യന്മാര് പെട്ടെന്ന് ആൾക്കാരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഈ കത്തുമ്പോഴത്തേക്ക് പെട്ടെന്ന് ശ്രദ്ധ അങ്ങ് മാറും. ആ സമയത്ത് പലതും ചെയ്യാൻ വേണ്ടിയിട്ട് മജീഷ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഫ്ലാഷ് പേപ്പർ ഉണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് സാധാരണ ടിഷ്യൂ പേപ്പർ ഇല്ലേ, ആ ടിഷ്യൂ പേപ്പറിനെയും നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡിന്റെയും കോമ്പിനേഷനിൽ വെച്ച് ഉണക്കി വീണ്ടും മുക്കി, അങ്ങനെ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയറാണ്. ഇനി നമ്മൾ കുട്ടിച്ചാത്തന്റെ കഥ. ഇനി നമ്മൾ ഈ കുട്ടിച്ചാത്തൻ ഇതാണ് ശരിക്കും പറയും എന്നെ ഞെട്ടിച്ചത് കേട്ടോ. ഈ സാധനം തുറന്നപ്പോഴത്തേക്ക് നമ്മുടെ ബാധ ആകാശത്തേക്ക് പോകുന്ന കാഴ്ചകൾ കണ്ടല്ലോ. ഇതിന്റെ സംഭവം എന്താണ്? ഇതിന്റെ സംഭവം ഒന്നുമില്ല. നമ്മൾ സ്ഥിരം
നമ്മൾ ചുറ്റുപാടും കാണുന്ന മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടുന്ന 2 കെമിക്കൽസ്. ഒന്ന് അതൊന്നും ചേർത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ നമുക്ക് മുറിവിലൊക്കെ വയ്ക്കാനും പണ്ട് ഈ ചെവിയിലൊക്കെ അസുഖം വരുന്നൊക്കെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കും. അപ്പോൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ലേശം ഇതിനകത്ത് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര പവർ സാധനം അല്ലേ? ഇതാണ് പുകയുന്നത്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കൂടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കൂടെ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഈ വെള്ളം ക്ലീൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം പെർമാംഗനേറ്റ് അതിനകത്ത് ബാക്കി കിടന്നു. അതാണ് ആ പുക വന്നത്. ജസ്റ്റ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ഉണ്ടാക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് വളരെ എക്സോതെർമിക് ആയിട്ടുള്ള, എക്സോതെർമിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് പുറത്തു വിടുന്ന റിയാക്ഷനെ നമ്മൾ എക്സോതെർമിക് എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട മായാവിയോ. നേരത്തെ ഞാനത് ഒരു ടിഷ്യൂ പേപ്പറിൽ കെട്ടി അകത്ത് വീഴാതെ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നൂലിൽ കെട്ടി ഇല്ല, അടപ്പ് തുറന്നപ്പം അതങ്ങ് താഴെ വീഴും. ഒരു നൂലിൽ കെട്ടിയിട്ട് ഇതിന്റെ സൈഡിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് അടപ്പ് അടച്ചു വെച്ചിരുന്നത്. തുറന്നപ്പോൾ ഇതങ്ങ് താഴെ വീഴുകയും റിയാക്ഷൻ നടക്കുകയും ചെയ്തു. ഓക്സിജനാണ് പുറത്തു വന്നത്. ഓക്സിജൻ ചുറ്റുപാടുള്ള വാട്ടർ വേപ്പറുമായിട്ട് ചേർന്നാണ് പുകയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അത്യാവശ്യം ശാസ്ത്രീയ ബോധമുള്ളവനൊക്കെ ചെയ്യാൻ പറ്റുന്ന പണിയാണ് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളും ആൾദൈവങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞ് ഇത്രയൊക്കെ കാണിച്ചല്ല, ഞെട്ടലാണ്, ഞെട്ടലോട് ഞെട്ടല. എങ്കിലും ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ ഞെട്ടിപ്പോയത് കയ്യിൽ നിന്ന് ഇങ്ങനെ കുടുകുടാന്ന് രക്തം വരുന്നതാണ്. അത് എപ്പോൾ പറ്റി? സിനിമയിലൊക്കെ നമ്മൾ ഈ ഫേക്ക് ബ്ലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇത്. പൊട്ടാസ്യം തയോസൈനേറ്റ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ടാണ്. പൊട്ടാസ്യം തയോസൈനേറ്റ് ഒരുപാട് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. ഈ മഷിയൊക്കെ മായ്ക്കാനും. ഇത് വെള്ളമല്ല, പൊട്ടാസ്യം തയോസൈനേറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്ത സൊല്യൂഷനാണ്. ഞാൻ ഇതിൽ കൈ ഇങ്ങനെ മുക്കിയിട്ടാണ് എൻ്റെ കൈ പിടിക്കുന്നത്. ഷേക്ക് ഹാൻഡ് തന്നപ്പോഴത്തേക്ക് ഞാൻ കൈ അതിൽ മുക്കിയിട്ടാണ് ഞാൻ ഷേക്ക് ഹാൻഡ് തന്നത്. ഞാൻ അറിഞ്ഞില്ല. താങ്കളുടെ കയ്യിൽ എന്നിട്ട് ഞാൻ ഈ കത്തി എടുത്ത് ഇങ്ങനെ വരച്ചപ്പോൾ ഈ കത്തി ഫെറിക് ക്ലോറൈഡ് എന്ന് പറയുന്ന സൊല്യൂഷനിൽ മുക്കി വെച്ചിരുന്നായിരുന്നു. ഈ ഫെറിക് ക്ലോറൈഡ് ഇതിൽ മിക്സ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ബ്ലഡിന്റെ അതേ സംഭവം ഇതാണ്. അതാണ് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ കറക്റ്റ് ബ്ലഡിന്റെ അതേ കൺസിസ്റ്റൻസിയും അതേ ഒരു ലുക്കും ഉള്ള ഒരു കറക്റ്റ് വ്യക്തത തന്നെ അല്ലേ? പിന്നെ ഒന്നുമില്ല. ഇത് കണ്ടാ പേടിച്ചു. ഞാൻ പേടിച്ചു കേട്ടോ. ഞാൻ ഈ രക്തം തീ എന്നൊക്കെ പറയുന്ന സാധനം പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണല്ലോ. ഇതുണ്ട് ഒറിജിനൽ സാധനം തന്നെ. അപ്പൊ അത് ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾ ചെറിയ പുള്ളിയല്ല. നമുക്കിനി വെട്ടത്തോടെ സംസാരിക്കാം. കാര്യം നമ്മള് ഇത് ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. കാരണം ഒരു സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വഴിതെറ്റി സഞ്ചരിക്കുകയാണ്. അവിടെ ആൾദൈവമുണ്ട്, അവന്റെ മൂക്കിൽ നിന്ന് മറ്റു രക്തം വരുന്നുണ്ട്, കുരിശിന്ന് രക്തം വരുന്നുണ്ട്, അറിയാലോ. യേശുവിന്റെ കണ്ണിൽ രക്തം വരുന്നവർ ഒരുപാട് പാവങ്ങൾ കിടന്ന് നെഞ്ഞത്തടി ചാവുക. ഇതൊക്കെ ഇതിന്റെ ശാസ്ത്രീയ വശമുണ്ട് തീർച്ചയായിട്ടും അല്ലേ? ഇതെല്ലാം അന്ധവിശ്വാസത്തെ തെറ്റി വഴിതിരിച്ചുവിടുന്ന ഒരുപാട് സംഭവങ്ങൾ പുറകിലുണ്ട്. മനുഷ്യർക്ക് അധികം തല വർക്ക് ചെയ്യാതെ ഉത്തരങ്ങളിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് ആഗ്രഹം. ഒരുപാട് ചിന്തിച്ച് ആൻസർ കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം അന്ധമായി എന്തെങ്കിലും ഒരു കാര്യത്തെ വിശ്വസിക്കുന്നതാണ്. അപ്പൊ എങ്കിലും അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോവുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്രയും ശാസ്ത്രം കാണിച്ചു കൊടുത്ത് ഇനിയും പോകുന്ന ഒരു പോട്ട് അവന്റെ വിധി അല്ലേ? നമുക്ക് എത്രയും പറഞ്ഞു കൊടുക്കാനേ പറ്റത്തുള്ളൂ. എങ്കിലും ഇത്തരം അന്ധവിശ്വാസം അത്ഭുതങ്ങൾ കണ്ടു പോകുന്നവർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടി എന്താ? അത്ഭുതം എന്നൊന്നില്ല, സത്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ചുറ്റും. ഈ സത്യങ്ങളെ ശാസ്ത്രീയ വശത്തോടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അന്ധമായി ഒന്നിനെയും വിശ്വസിക്കാതെ നമുക്ക് നല്ല പൗരന്മാരായിട്ട് നമ്മുടെ ഭരണഘടന പറയുന്ന ആർട്ടിക്കിൾ 42A പറയുന്ന ശാസ്ത്രബോധമുള്ള പൗരന്മാരായിട്ട് ജീവിക്കാം. എന്തായാലും താങ്കളുടെ സേവനം ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും ഞങ്ങൾ എത്തും. തീർച്ചയായിട്ടും ഒരുപാട് വിശേഷങ്ങൾ തിരക്കി. ഇനി അടുത്ത അത്ഭുതമല്ല, അത്ഭുതം കാണിച്ചിട്ട് അതിന്റെ യാഥാർത്ഥ്യം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ മനസ്സിലായല്ലോ, ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. അവിടെ മറ്റേതുണ്ട്, ഇവിടെ ഭൂതമുണ്ട്, പ്രേതമുണ്ടെന്നൊക്കെ പറയുന്നൊരു രത്നച്ചുരുക്കം ഇതാണ്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ളവരുടെ വാക്കുകൾ ഇനിയെങ്കിലും വിശ്വസിക്കുക. ഒരുപാട് പഠിച്ച് എംഫിൽ നേടിയ അല്ലെങ്കിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. എന്നാലും തീർച്ചയായിട്ടും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ പോകുന്നവർക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഇതൊക്കെ ഫേക്കാണ്. ജീവിതം സമാധാനമൊക്കെ പോകുന്നതിനപ്പുറം വേറെ ഒന്നുമില്ല. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ, ഒരു ഉപദേശമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്